ദൈവത്തിൻ്റെ മനസ്സിൽ യഹൂദന്മാർ മാത്രമല്ല ഉള്ളത്, ദൈവത്തിൻ്റെ മനസ്സിൽ വിജാതീയരായ ആളുകളെ അവൻ കൂട്ടവകാശികൾ, അവിടെ എഴുതിയിരിക്കുന്നതാണ്, സുവിശേഷത്താൽ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം. അതാണ് ദൈവം അവന് വെളിപ്പെടുത്തിയതായ കാര്യം. അതും മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ലൈഫിൽ അവൻ എന്താണ്, അവൻ ഒരിക്കലും ഓഫ് കോഴ്സ് എന്ന് വെച്ചുകൊണ്ട് യഹൂദന്മാരും അതിനകത്തുണ്ട്, ഇല്ലെന്നല്ല. ഇതിനകത്ത് അതുകൊണ്ടാണല്ലേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളില്ല. അവൻ ഇരുപക്ഷത്തെയും എന്ത് ചെയ്തു, ഒന്നാക്കി. അല്ലാതെ ഒരു വിജാതീയ സഭ എന്നുള്ള ഒരു ചിന്തയല്ലായിരുന്നു പൗലോസിന് ഉണ്ടായിരുന്നത്. ഞാനൊരു വിജാതീയ സഭയാണ്, അതിനകത്ത് യഹൂദന്മാരെ ആരെയും കയറ്റത്തില്ല, അതുമില്ല. ചിലർ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. അത് മറ്റൊരു അപകടമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതായത് എൻ്റെ സഭയിൽ ഞാൻ യഹൂദന്മാരെ കയറ്റത്തില്ല എന്നും ചിന്തിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവൻ എന്ത് ചെയ്യുന്നു, എല്ലാ കല്ലുകളെയും ഒരുമിച്ച് ചേർത്താണ് പണിയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നുപോലെ തന്നെ അതിനകത്ത് പ്രവേശനമുണ്ട്. അത് യഹൂദനുമുണ്ട് വിജാതീയനുമുണ്ട്. അത് അവർ തമ്മിലുള്ള എന്താണ് ശത്രുത്വത്തെ എന്ത് ചെയ്തു, ദൈവം ക്രൂശിൽ ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. എന്നാൽ ഈ വിജാതീയരായ ആളുകളെ, വിജാതീയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാലഘട്ടം വെച്ച് യഹൂദന്മാരല്ലാത്ത ആളുകൾ, അത്രയേ ഉള്ളൂ. വിജാതീയർ എന്ന് പറഞ്ഞാൽ അതിനകത്തെ അർത്ഥം അത്രയേ ഉള്ളൂ. അത് അവിടുത്തെ റോമൻ സീസർ ഉൾപ്പെടെയുള്ളവരാരാണ്, വിജാതീയരാണ്. റോമൻ കൈസർ ഉൾപ്പെടെയുള്ള, കൊർന്നല്യോസ് ഉൾപ്പെടെയുള്ള, സൈന്യാധിപന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ആരാണ്, വിജാതീയരാണ്. അങ്ങനെ ആ വിജാതീയരായ ആളുകളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. റോമാലേഖനത്തിലാണെങ്കിലും ഇതിന്റെ 3-ാം അധ്യായത്തിന്റെ, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ റോമാലേഖനം 1-ാം അധ്യായം മുതൽ പൗലോസ് പറയുന്നത് അതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ വിജാതീയരും യഹൂദന്മാരും എല്ലാവരും ഒരുപോലെ പാപികളാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ എത്ര നീതീകരിക്കപ്പെടുന്നത്. അതായത് ഇതിനകത്ത് ആര് നീതീകരിക്കപ്പെടണമെങ്കിലും, യഹൂദനോ വിജാതീയനോ ആര് നീതീകരിക്കപ്പെടണമെങ്കിലും അവരുടെ പ്രവൃത്തിയോ പശ്ചാത്തലമോ മതപശ്ചാത്തലമോ ജാതിയുടെ പശ്ചാത്തലമോ ഒന്നും അവിടെ പ്രസക്തമല്ല. ആര് നീതീകരിക്കപ്പെടണമെങ്കിലും അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത്. നീതീകരിക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രവൃത്തികളല്ല, ന്യായപ്രമാണമല്ല, ജീവിത രീതിയല്ല, ഒന്നുമല്ല. ക്രിസ്തുവേശുവിൽ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം അവൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ അങ്ങനെ ചെയ്തു. നോക്കുക, അവിടെ നീതീകരിക്കപ്പെടാൻ യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഹൂ അവർ ബിലീവ്സ് ഇൻ ഹിം, ഇല്ലേ? അവനിൽ വിശ്വസിക്കുന്നവൻ. വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്നതോ യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്നതൊന്നും അല്ല. വിശ്വസിക്കുന്ന ആശ്രയിക്കുകയാണ്, ടോട്ടലി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ ജീവിതത്തെ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഒരുവൻ എന്ത് ചെയ്യുന്നത്, നീതീകരിക്കപ്പെടുന്നത്. അതായത് എൻ്റെ പ്രവൃത്തികളിൽ നിന്നും ഞാൻ വിരമിച്ച് എൻ്റെ ശരീരത്തിൽ യേശുവിന് ജീവിക്കാൻ ഞാൻ യേശുവിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. നമ്മുടെ ആളുകൾ വാസം പറഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയുമെങ്കിലും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്നറിയാമോ, യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ പോലും വിശ്വാസിയാണെന്ന് നമുക്കിപ്പോഴൊരു ധാരണ. അല്ലെങ്കിൽ മാക്സിമം യേശു പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അത് ഒരു വിശ്വാസം. ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫെയ്ത്തും ബിലീഫും രണ്ടാണ്. ഇംഗ്ലീഷ് കുറച്ചുകൂടെ കൃത്യമാണ്. വി ആർ ബിലീവിങ് സംതിങ്, അതല്ല, വി ആർ ബിലീവിങ് എ ഫാക്ട്. ഒരു വസ്തുതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് വിശ്വാസമല്ല, ആശ്രയമാണ്. ഫെയ്ത്ത് ഈസ് ട്രസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ബിലീവിങ്. നമ്മൾ സ്വാഭാവികമായി ഒരു വസ്തുത വിശ്വസിക്കുക. പല ആളുകളും ഒരു യേശു ക്രിസ്തുവിന്റെ ചരിത്രം വിശ്വസിക്കുന്നവരുണ്ട്. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ ചരിത്രം വിശ്വസിക്കുന്നവർ അവർ വിശ്വാസികളല്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു എന്ന് ചരിത്രത്തിലുള്ളത് വിശ്വസിക്കുന്നത് പോലെ തന്നെ അവർ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിനെ യഹൂദന്മാര് കാൽവറി ക്രൂശിൽ തളച്ചു കൊന്നു. അതല്ല ഫെയ്ത്ത്. ഹിസ്റ്ററി വിശ്വസിക്കുന്നത് പോലെ, അതായത് ഗാന്ധിജിയുടെ ചരിത്രം വിശ്വസിക്കുന്നത് പോലെ യേശുവിൻ്റെ ചരിത്രം വിശ്വസിക്കുന്നവനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റില്ല. കാര്യം ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് വസ്തുതകളിലുള്ള വിശ്വാസം മാത്രമല്ല. തീർച്ചയായും വസ്തുതകളിൽ വിശ്വസിക്കുന്നു, നമ്മൾ ചരിത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്.
എന്നതുപോലെ യേശുവിൻ്റെ ചരിത്രം ഗോസ്പൽസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ 100% വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയാകുന്നില്ല. വിശ്വാസി ആശ്രയിക്കുന്നവനാണ്. ആശ്രയം എന്താണ്? ഞാൻ എന്നിൽ ജീവിക്കാതെ എൻ്റെ ജീവിതം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസം. അതാണ് ഫെയ്ത്ത്. ഒരുവൻ ബിലീഫ് കൊണ്ടല്ല ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നത്, ഫെയ്ത്ത് കൊണ്ടാണ്. ഏകദേശം അത് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഫെയ്ത്ത് ആണ് ഇവിടുത്തെ വിഷയം. ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ ബിലീവിങ്. ഫെയ്ത്ത് എന്താണ്? ഫെയ്ത്ത് ആശ്രയിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുക? ടോട്ടലായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിന് എന്നിൽ ജീവിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ക്രൂശിച്ച് യേശുവിന് എന്നിൽ ജീവിക്കാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. അത് നിങ്ങൾ അടിസ്ഥാനപരമായി എല്ലാവരും മനസ്സിലാക്കണേ. അത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അത് വിശ്വസിക്കണം. പക്ഷെ അത് വിശ്വസിച്ചതുകൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകത്തില്ല. അത് വിശ്വസിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പോകുമായിരുന്നെങ്കിൽ നമ്മളെക്കാളും നേരത്തെ സാത്താൻ സ്വർഗത്തിൽ പോയേനെ. കാര്യം സാത്താൻ ഇതെല്ലാം നമ്മളെക്കാളും നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഇല്ലേ? സാത്താൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല, അവന് മാനസാന്തരമില്ല, അവന് രൂപാന്തരമില്ല, അവനൊന്നുമില്ല. അപ്പോൾ കർത്താവിന് ജീവിക്കാൻ എൻ്റെ ജീവിതത്തെ, കർത്താവിന് ജീവിക്കുവാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ചിന്തകളെയും എൻ്റെ ജീവിതത്തെയും ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? ഫെയ്ത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് ലിങ്ക്സ് മീ വിത്ത് ജീസസ് ആൻഡ് ജീസസ് ലിങ്ക്സ് മീ വിത്ത് ഗാഡ്. അത് ഒരു അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. വിശ്വാസം എന്നെ യേശുവുമായി ബന്ധിപ്പിക്കുന്നു, യേശു എന്നെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം. വിശ്വാസം എന്നെ യേശുവുമായി ബന്ധിപ്പിക്കുകയാണ്, യോജിപ്പിക്കുന്നു തന്നെ പറഞ്ഞു. വിശ്വാസം എന്ത് ചെയ്യുന്നു? എന്നെ യേശുവുമായി ഒന്നിപ്പിക്കുന്നു. ആ വാക്ക് തന്നെ കറക്റ്റാണ്. വെൻ യു ഹാവ് ഫെയ്ത്ത് യു ആർ യുണൈറ്റഡ് വിത്ത് ജീസസ്. ബൈ ഫെയ്ത്ത് യു ആർ യുണൈറ്റഡ് വിത്ത് ജീസസ്. ഫെയ്ത്ത് എന്നെ യേശുവുമായി ഒന്നിപ്പിക്കുന്നു, യേശു എന്നെ ദൈവവുമായി ഒന്നിപ്പിക്കുന്നു. കാര്യം യേശുവിലൂടെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, ഓൺലി ത്രൂ മീ. ഇഫ് സംബഡി വാണ്ട്സ് ടു റീച്ച് ഗാഡ് ദ ഫാദർ, ഇറ്റ് ഈസ് ഓൺലി ത്രൂ മീ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ വിശ്വാസമാണ്, ആശ്രയമാണ് എന്നെ യേശുവുമായി ബന്ധിപ്പിക്കുന്നത്. യേശുവാണ് എന്നെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നത്. അത് വളരെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടതായ ഒരു ആത്മീക യാഥാർത്ഥ്യം. അങ്ങനെ ഈ ദൈവവുമായിട്ട് നമ്മളെ, അതാണ് താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. അതായത് യേശുവിൽ വിശ്വസിക്കുന്നവനാണ് നീതീകരിക്കപ്പെടുന്നത്. എങ്ങനെ വിശ്വസിക്കുന്നവൻ? യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനല്ല, യേശുവിന് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ് നീതീകരിക്കപ്പെടുന്നത്. അല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് അല്ല, ഒരു സൈക്കോളജിക്കൽ. ചിലപ്പം ഫെയ്ത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, ഒരു മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു അവസ്ഥയാണെന്ന്. അങ്ങനെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഒന്നുമല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഈസ് എ സ്പിരിച്വൽ മാറ്റർ. അതൊരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്, ഒരു ആത്മീക യാഥാർത്ഥ്യമാണ് ഫെയ്ത്ത്. ആത്മീക യാഥാർത്ഥ്യങ്ങൾ ഭൗതിക ലോകത്തിലല്ല നടക്കുന്നത്, അത് അദൃശ്യ ലോകത്തിലാണ് നടക്കുന്നത്. യേശു എന്നിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു എന്നിൽ ജീവിക്കുന്നത് എനിക്കേ അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ നോക്കുമ്പോൾ ആരാ ജീവിക്കുന്നത്? ഞാനാ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൈ പ്രവർത്തിക്കുന്നു, എൻ്റെ വായ് സംസാരിക്കുന്നു, എൻ്റെ കണ്ണ് കാണുന്നു, ഞാൻ നടക്കുന്നു, ഇതൊക്കെയാണ് മനുഷ്യൻ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബൈ ഫെയ്ത്ത്. അതുകൊണ്ടാണ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇനി ഞാൻ ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ. അവനൊരു പുതിയ സൃഷ്ടിയാവുകയാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനില്ല. ആരാണ് ജീവിക്കുന്നത്? ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, എൻ്റെ ജഡത്തിലൊരു ജീവിതമുണ്ട്. പക്ഷെ ആ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും നടത്തുന്നതും എല്ലാം ആരാണ്? ഇറ്റ് ഈസ് ജീസസ്. കർത്താവ് പറഞ്ഞു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇൻകാർണേറ്റഡ് ജീസസ് ഒരു പ്രവൃത്തിയും ചെയ്തില്ലെന്നാണ് യേശു തന്നെ പറയുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ലേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും സ്വയമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല. യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അതാണ് ഫെയ്ത്ത്. ആ ഫെയ്ത്താണ് നമ്മളെ നീതീകരിക്കുന്നത്. അല്ലാതെ യേശു ഉണ്ടെന്നും യേശു മരിച്ചെന്നും യേശു ഉയർത്തെഴുന്നേറ്റെന്നും യേശു രണ്ടാമത് വരുമെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമൊന്നും ആരും നീതീകരിക്കപ്പെടത്തില്ല. നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ യേശുവിന് ജീവിക്കാൻ നമ്മളെ തന്നെ
ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ജസ്റ്റിഫിക്കേഷൻ്റെ മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ നീതീകരിക്കപ്പെട്ടവരെ അവൻ വിശുദ്ധീകരിക്കുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ തേജസ്കരിക്കുന്നു. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇറ്റ് ഇസ് ലൈക്ക് എ ഡോർ. ഒരു ഡോറ് തുറന്ന് നമ്മൾ അകത്തോട്ട് കയറിയാൽ ഡോറിന് പുറത്ത് മരണമാണ്, അകത്ത് ജീവനാണ്. നീതീകരിക്കപ്പെട്ടവൻ ജീവനിലാണ്, പക്ഷെ അകത്ത് കടന്നവനും അവൻ ജീവനിലാണ്, പക്ഷെ അവൻ ജീവനിൽ വളരുകയാണ്. അതാണ് വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തിൻ്റെ ഒടുവിൽ നമ്മൾ ചെന്നെത്തുന്ന നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ, നമ്മുടെ തേജസ്കരണം എന്ന് പറയുന്നത്. ആ തേജസ്കരണത്തിലേക്കുള്ള യാത്ര, അവിടെ നമ്മൾ ഇപ്പം ചെന്നില്ല, അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അതായത് യഹൂദന് പോലും ഇനി നീതീകരിക്കപ്പെടാൻ കർമ്മമാർഗമില്ല. യഹൂദൻ ചിന്തിച്ചത് യാഗങ്ങൾ അർപ്പിച്ചും ആചാരങ്ങൾ അനുഷ്ഠിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ എന്തും ആയിക്കോട്ടെ അനുസരിച്ചും ഒക്കെ നീതീകരിക്കപ്പെടാമെന്നായിരുന്നു അവൻ ചിന്തിച്ചത്. പക്ഷെ ഇനിയിപ്പോൾ അതില്ല. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. ഇനിയിപ്പോൾ നീതീകരിക്കപ്പെടാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇനിയൊരു യഹൂദൻ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ യാഗങ്ങളും അർപ്പിച്ചെന്ന് പറഞ്ഞാലും ആ യാഗങ്ങളൊന്നും വിലയില്ലാത്തതായി പോയിരിക്കുന്നു. കാര്യം അത് നീങ്ങിപ്പോയി, അത് കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. യാഗങ്ങൾ കൊണ്ട് ഇനി ഒരാൾക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയില്ല. ഇനിയിപ്പോൾ വിശ്വാസമാർഗമല്ലാതെ യഹൂദന് പോലും രക്ഷിക്കപ്പെടാൻ പറ്റില്ല. നമുക്കൊക്കെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. യഹൂദൻ എന്തോ പ്രത്യേക പാർട്ടികളാണെന്നും അവന്മാരെ ഇപ്പോഴും ദൈവം വേണമെങ്കിൽ അങ്ങ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുമെന്നും, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത യഹൂദനെ കൂടെ അങ്ങ് കൊണ്ടുപോകുന്നതാണ് പലരുടെയും ചിന്ത. യഹൂദൻ ഇന്ന് ഏതൊരു ജാതിയെയും പോലെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. യഹൂദന്മാരെ എല്ലാം യെരുശലേമിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് എല്ലാ യഹൂദന്മാരും എവിടെ ചെല്ലണം? യെരുശലേമിൽ ചെല്ലണം. അങ്ങനെ യെരുശലേമിൽ ചെല്ലുമ്പോഴാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജോലിയാണ് എന്ത് ചെയ്യേണ്ടത്? എല്ലാ യഹൂദന്മാരെയും ഇവിടുന്ന് എവിടെ കൊണ്ടുപോകണം? യെരുശലേമിൽ കൊണ്ടുപോകണം. അതിനുവേണ്ടി നിങ്ങൾ കാശ് തരണം എന്ന് പറഞ്ഞ് കാശ് പിടിക്കുന്നവരും ഉണ്ട്. പിടിക്കുന്നുണ്ടെന്നല്ല, പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്താ? യെഹൂദന്മാരെ അല്ല എവിടെ കൊണ്ടുപോകാൻ? യെരുശലേമിൽ കൊണ്ടുപോകാൻ. എൻ്റെ പ്രിയമുള്ളവരെ, യഹൂദന്മാരെ യെരുശലേമിൽ കൊണ്ടുപോകാനല്ല നോക്കേണ്ടത്, യഹൂദന്മാരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്ക്. യഹൂദന്മാരെ യെരുശലേമിൽ കൊണ്ടുപോയി നമ്മൾ നിശ്ചയിച്ചവന്മാർ അമേരിക്കയിലുള്ള യഹൂദന്മാരെല്ലാം കൂടെ യെരുശലേമിലേക്ക് പോകുമോ? അല്ല പോയാൽ അവന്മാർ എവിടെ താമസിക്കും? വെറുതെ അവർക്ക് വഴക്കുണ്ടാക്കരുതേ. അവിടെ പോയി അവൻ എവിടെയെങ്കിലും ജീവിക്കട്ടെ. അമ്മമാരെല്ലാം കൂടെ ഇപ്പോൾ യെരുശലേമിൽ ചെന്ന് എന്തെടുക്കാൻ? ഇനി നമ്മൾ പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്താൽ പോകുമോ? ഇവിടെ ഈ കൊച്ചി കിടക്കുന്ന യഹൂദന്മാരൊക്കെ കോടീശ്വരന്മാരാണ്. ആകെപ്പാടെ 10-18 ഉള്ളൂ. അവന്മാർക്ക് നമ്മൾ കാശ് കൊടുക്കാൻ വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ടാണോ അവന്മാർ പോകാത്തത്? എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക. ഇതൊക്കെ പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. സുവിശേഷത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും സ്പെൻഡ് ചെയ്യേണ്ട കാശുകൂടെ അതിനുവേണ്ടിയുള്ള എഫേർട്ട്, പണം തന്നെയല്ലല്ലോ, ഇതിനുവേണ്ടി ബ്രോഷർ അടിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്.